ഈ ഒരു അത്ഭുതത്തിന്റെ മുന്നിൽ ഇതുപോലെ അല്ലാതെ ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? Hi guys, this is Abhi. Welcome to my solo backpacking to Egypt. രാവിലെ തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങി. നേരെ പോയത് സവാദിന്റെ റൂമിലേക്കാ. ഇവിടുത്തെ കാറ്റിന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ റൌഫ് എനിക്ക് വിശന്നിരിക്കണാണ്ട് ഒരു മാഗി ഒക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ നമ്മൾ നേരെ പോയത് സിറ്റാഡൽ ഓഫ് സലാദിനിലോട്ടാണ്. ഇവിടെ ഷെയർ ടാക്സിക്ക് 3 പൗണ്ടേ ആവുന്നുള്ളൂ. നോർമൽ ടാക്സി വിളിച്ചാൽ 100 200 കൊടുക്കുന്ന സ്ഥാനത്താണ് നമ്മൾ 3 പൗണ്ടിന് പോയത്. 500 പൗണ്ടാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റിന്. ഈജിപ്തിൽ വന്നപ്പോ ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് ആണ് എനിക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്തത്. അങ്ങനെ കോട്ട മൊത്തം നമ്മൾ കറങ്ങി നടന്നു. ഇവിടെ നിന്ന് നോക്കിയാലും കാണാം നമുക്ക് പിരമിഡ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പുറത്തെ കാഴ്ചകളെക്കാൾ എനിക്ക് ഇഷ്ടമായത് ഇതിന്റെ അകത്തെ കാഴ്ചകൾക്കാ. അകത്ത് കയറുമ്പോൾ കാണുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. നോക്കി നിന്ന് പോകും നമ്മള്. അതിനോടൊപ്പം തന്നെ ഈജിപ്തിന്റെ മിലിറ്ററി മ്യൂസിയം കൂടിയുണ്ട്. അവിടെ നമുക്ക് നേവി, ആർമി, എയർ ഇതെല്ലാത്തിന്റെയും യൂണിഫോമും കാര്യങ്ങളും അവരുടെ ബാഡ്ജും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പിരമിഡ് കാണാനാ. 700 പൗണ്ടാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. അങ്ങനെ ഇന്ന് അകത്ത് കയറാൻ പറ്റി. അതിന്റെ സന്തോഷത്തിലാ. കേറുമ്പോ തന്നെ ക്യാമൽ സഫാരിയും ഹോഴ്സ് റൈഡും ചോദിച്ച് ഇഷ്ടം പോലെ ആൾക്കാർ പുറകെ കൂടും. നമ്മൾ ആദ്യം അതൊന്നും മൈൻഡ് ചെയ്യാതെ പിരമിഡിന്റെ അകത്തേക്ക് നിന്നു. അടുത്തോട്ട് ചെല്ലുന്തോറുമാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഭീകരത മനസ്സിലാവുന്നത്. വിചാരിച്ചതിനേക്കാൾ 100 ഇരട്ടി വലുതാണിത്. ഇന്ന് നമുക്ക് വീണ്ടും ഒരു അബദ്ധം പറ്റി. നമ്മൾ എടുത്ത 700 പൗണ്ടിന്റെ ടിക്കറ്റിൽ പിരമിഡിന്റെ അകത്തേക്കുള്ള എൻട്രി ഇല്ല. കോമ്പൗണ്ടിൽ കയറാൻ മാത്രമാണ് 700 പൗണ്ട് വരുന്നത്. അകത്ത് കയറാൻ 1500 പൗണ്ട് എക്സ്ട്രാ കൊടുക്കണം.